ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഈ സാഫ് സഫായി മേം അവൽ ഗാവ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അതേപോലെ തന്നെ ആക്ടിവിറ്റികളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആ സൈഡ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് പറയണത് നോക്കാം, പിന്നീട് ആക്ടിവിറ്റിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഗാവ് വാലോം കി കോൺസി മനോദശ പ്രകട ഹോത്തി ഹെ, അതായത് ഇവിടെ ഗ്രാമവാസികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത് എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അതിൻ്റെ ആൻസർ ഇതാണ്: ഹമാരെ ഗാവ് കി സാഫ് സഫായി, നമ്മുടെ ഗ്രാമത്തിൻ്റെ വൃത്തി എന്ന് പറയുന്നത് കിസി പ്രകാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശാസൻ പർ നിർഭർ നഹീം, ഒരു ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഭരണകൂടത്തിൻ്റെ മേലിലല്ല അടിച്ചേൽപ്പിക്കേണ്ടത്. പകരം എന്ത് ചെയ്യണം? ഗാവ് കി സഫായി അപ്ന കർത്തവ്യം മാനത്തെ ഹെ, ആ ഗ്രാമത്തിൻ്റെ ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്തവ്യമായിട്ടാണ് അംഗീകരിക്കുന്നത്. അതായത് ഒരു ഗ്രാമത്തിൻ്റെ ശുചിത്വം എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരികളല്ല ചെയ്യേണ്ടത്. ഓരോ ഗ്രാമവും അവിടെ ജീവിക്കുന്ന ആളുകളാണ് അത് ശുചിയാക്കേണ്ടത് അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. जीवन में निरोग रहने के लिए सफाई को अलावा क्या क्या उपाय है, അതായത് ജീവിതത്തിൽ നമുക്ക് രോഗം വരാതിരിക്കാൻ വൃത്തിയല്ലാതെ വേറെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വേറെ എന്തെല്ലാം ഐഡിയകളാണ് ഉപായി പറഞ്ഞാൽ ഐഡിയ, തന്ത്രം, കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ അർത്ഥം പറയാം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതായത് ഒന്ന്, അതിൻ്റെ ആൻസർ ഇതാണ്: ഇത് പാനി പീന, അതായത് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക. വ്യായാമം കർണ, ഓരോ സമയത്തും നല്ല വ്യായാമം ചെയ്യുക. സമയപ്പർ സോന, കൃത്യസമയത്ത് എന്ത് ചെയ്യുക? കടന്നുറങ്ങുക. ആദ്യ ഇതാണ് മുതലായവ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ അടുത്ത നമുക്ക് വീണ്ടും ആക്ടിവിറ്റിയിലേക്ക് വരാം. നോക്കാം. മാൻ ലേ മാവലിനോം ഗാവുമേം പര്യടക് ആത്തെ ഹേ വഹാം സൂചന പഡ് വഹ് കൈസാ ഹോഗ, അതായത് മാൻ ലേ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മാവലിനോം എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് അല്ലേ. മറ്റു പര്യടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ്, പര്യടക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂറിസ്റ്റുകൾ. വഹാം സൂചനാപഡ്, അവിടെ ഒരു സൂചനാപഡ്, നമുക്ക് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന പോസ്റ്റർ പോലത്തെ ആ സൂചനാപഡ് ഉണ്ട്. അതൊക്കെ എന്നിട്ടോ വഹ് കൈസാവുക, അതെങ്ങനെ ഇക്കാരം. അപ്പോൾ നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്, ഫസ്റ്റ് ഭാഗത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫസ്റ്റ് പാരാഗ്രാഫിൻ്റെ അടുത്ത് തന്നെ ഒരു പച്ച കളറിൽ ഒരു ഇത് കൊടുത്തിട്ടില്ലേ, അതായത് ഇതാണ് ആ സാധനം. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി ഇതിലില്ലാത്തത്, അതായത് സാഫ് സുധര എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഭാഗമുണ്ടല്ലോ, അതില്ലാത്തത് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെയാണെന്ന് നോക്കൂ. കണ്ടില്ലേ, സൂചന പഡ് എന്ന് പറഞ്ഞ സാധനം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, റോസ് കളറിൽ കൊടുത്തിട്ടുണ്ട്, മാവലിനോങ് അല്ലേ. പിന്നെയോ ഏഷ്യാക്ക സബ്സെ സാഫ് സുധര ഗാവ്, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ധ്യാൻ ദേ, ശ്രദ്ധിക്കൂ. ഇനി അവിടെ അതിൻ്റെ താഴെ നമ്മളാണ് എഴുതേണ്ടത്. അതിലൊന്ന് ഇതാണ്, നമ്മൾ എഴുതുന്നു: പ്ലാസ്റ്റിക് മത് ഫേങ്കോ, പ്ലാസ്റ്റിക് മത് ഫേങ്കോ. ഓക്കെ, അടുത്തത് ഗാവുമേം ഗന്ദഗി മത് ഫേങ്കോ, ഗാവുമേം ഗന്ദഗി മത് ഫേങ്കോ. ഇങ്ങനെയുള്ള രണ്ട് വേർഡുകൾ എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി ഇതല്ലാത്തത് എക്സ്ട്രാ ഞാനൊരു 3-4 ഭാഗം ഞാൻ പോസ്റ്ററായിട്ട് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ എന്തൊക്കെയാണ് പോസ്റ്ററിൻ്റെ രൂപം എന്നുള്ളതൊക്കെ, എന്തൊക്കെ ആഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതുപോലെയാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലോണം എഴുതി വെച്ച് റെഡിയാക്കി വെച്ചോളൂ. ഇനി പോസ്റ്റർ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ള രൂപം ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് അതും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്താണ്? പുനർചക്രൺ സെ പ്രകൃതി ക ബോജ് കം ഹോ ജാത്താ ഹെ. പുനർചക്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്ലിംഗ് എന്നൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പേപ്പർ കൊണ്ട് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക, വേസ്റ്റ് പാത്രം കൊണ്ട് ഉപയോഗമുള്ള വേറെ എന്തെങ്കിലും വസ്തു ഉണ്ടാക്കുക, അതേപോലെ ഏതാണ് ഉദ്ദേശിക്കുന്നത് പുനർചക്രൺ എന്ന്. എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്തിട്ട് പുനർചക്രൺ കി സൂചി തയ്യാറാക്കുക, ചക്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടിക, സൂചി എന്ന പട്ടിക തയ്യാറാക്കാനാണ് പറയുന്നത്. അതിന് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ജൈസേ, ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം. എന്താണ് ഉദാഹരണം കൊടുത്തിട്ടുള്ളത്? കൂടെ കച്ചറേ സേ. ആ കൂടെ കച്ചറ എന്ന് പറഞ്ഞാൽ ചവറുകൾ അല്ലെങ്കിൽ വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഖാദ്, വളം ഉണ്ടാക്കാൻ പറ്റുന്നു. വളം, നല്ല വളമോ അല്ലെങ്കിൽ വളം ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലേ. അതുപോലെ
ഇസ്തേമാൽ കിയേ ഗയേ പ്ലാസ്റ്റിക് സേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകളുണ്ടല്ലോ അതിന് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ് ഞാനിവിടെ താഴെ ഇടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എന്തെല്ലാം ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഉപയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീസൈക്കിൾ ചെയ്തിട്ടുള്ള ആ ഒരു വസ്തുക്കൾ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിൻ്റെ ഭാരം കുറയുന്നു മേൽ പറഞ്ഞത് ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നോക്ക്, ഒന്ന് നമുക്ക് ഇതാ കിട്ടിക്കുന്നു കാഗസ് പറഞ്ഞാൽ പേപ്പറിൽ നിന്ന് കാഗസ് കി ഫൂൽ ജൈസെ, കാഗസ് കൊണ്ട് നമുക്ക് പൂ ഉണ്ടാക്കാം. രണ്ടാമത്തതോ ബോട്ടിൽ കൊണ്ട് പൗതേക്ക ഗമല. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തത് സൂക്കെ പത്തേസ് ഉണങ്ങിയ ഇല കൊണ്ട് ഖാദ് പറഞ്ഞാൽ എന്താ, വളം. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ഇപ്പോൾ അടുത്ത ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് സാർത്ഥകമായ വാക്യങ്ങൾ ഉണ്ടാക്കാൻ, അതായത് ഒരു വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. നോക്കിക്കോ, സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, വൃത്തിയാക്കൽ എന്താണ്, നമ്മുടെ ദായിത്വമാണെന്ന് പറഞ്ഞു, ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സ്വച്ഛ് നെഹി രഹേഗ തോ സ്വസ്ഥ നെഹി രഹോഗെ, നമുക്ക് വൃത്തി ഇല്ലെങ്കിൽ എന്താണ്, ആരോഗ്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ. മൂന്നാമത്തത് തൻഹോ യാ മൻഹോ സഫായി ജരൂരി ഹെ, അതായത് ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ വൃത്തി അത്യാവശ്യമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, സ്വച്ഛ് രഹേ സോച്ച്തേ രഹോ പ്രകൃതി ഹം ഹെ. ഒന്നും കൂടെ, സ്വച്ഛ് രഹേ സോച്ച്തേ രഹോ പ്രകൃതി ഹം ഹെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അടുത്ത ആക്ടിവിറ്റി പറയണത്, നാരാഗീത് കോ ആകെ ബഡായ. നാരാഗീത് എന്ന മുദ്രാവാക്യ ഗാനത്തിനെയാണ് നാരാഗീത് എന്ന് പറയാം. സ്വച്ഛ് രഹോ തും സ്വസ്ഥ ബനോ, അല്ലേ, നിങ്ങളെന്താണ് വൃത്തിയുള്ളവരായിട്ട് നിങ്ങൾ എന്തായിട്ട് മാറും, സ്വസ്ഥരായിട്ട് മാറും, അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരായിട്ട് മാറും. പ്രകൃതിക്കോ തും അപ്നാലോ, പ്രകൃതിയെ നിങ്ങൾ സ്വന്തമാക്കൂ. ഹരിയാലി കാ ഗീത് രചോ തും, ആ പച്ചപ്പിൻ്റെ ആ ഒരു ഗീതം നിങ്ങൾ രചിക്കൂ. ശുദ്ധ ഹവാക്കോ അപ്നാലോ, നല്ല ശുദ്ധമായ വായു നിങ്ങൾ എന്ത് ചെയ്തു, സ്വന്തമാക്കൂ അല്ലെങ്കിൽ സ്വീകരിക്കൂ എന്നുള്ളതൊക്കെയാണ്. ഇനി ഇതിന് വേറെ രണ്ട് ലൈൻ നമ്മളെ വക എഴുതാനാണ് പറയണത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതിൽ ലഗാവോ ലഗാവോ പേട് ലഗാവോ അപ്നാ ജീവൻ ബച്ചാവോ ധർത്തി ബച്ചാവോ സബ് ജീവം കോ ബച്ചാവോ. ഇതൊക്കെ നല്ലോണം കാണാതെ പഠിച്ചുകൊണ്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി സന്ദേശവാക്കി ചോടുക്കർ പരിസ്ഥിതി സംരക്ഷൺ पर പോസ്റ്റർ തയ്യാർ കരി. അതല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്ന അവിടെ, നമ്മുടെ സന്ദേശം ആൾക്കൊരു അവയർനെസ് സന്ദേശം നൽകിക്കൊണ്ട് പരിസ്ഥിതിയെ കുറിച്ച് എന്താണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, അതായത് ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കുക. എന്തൊക്കെയാണത് അതിലൂടെ എഴുതാനുള്ളത്, ആ ഒരു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് എഴുതാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. पेड़ लगाओ धरती बचाओ पानी जीवन का आधार है पानी नहीं तो हम नहीं पानी की रक्षा हमारी सुरक्षा. ഓക്കെ, ഇനി എക്സ്ട്രാ 2-3 പോസ്റ്ററും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന പോസ്റ്ററുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഒരു 5 പോസ്റ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്ററൊക്കെ ഒന്ന് അതിലൊരു 3 ഒരു എളുപ്പമുള്ളൊരു 3 നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഇതുപോലെ വരച്ചിട്ട് വൃത്തിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടത് ചെയ്യുക. ഈ 5 കൂടെ ചെയ്യണം, മറക്കരുത് കേട്ടോ. ഓക്കെ, 5 അല്ല, 5 3 വൃത്തിയുള്ള 3 നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പറ്റുന്ന വെച്ചാൽ വൃത്തിയുള്ളത് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളുടെ പാഠഭാഗത്തിൻ്റെ ഈ ആക്ടിവിറ്റി ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം. ഇഷ്ടമായില്ലേ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.